ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ സുഖം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് പോക്കോയുടെ അപ്കമിങ് ഫോൺ, അതായത് പോക്കോ M2 പ്രോനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അതിൻ്റെ കുറച്ച് റൂമേഴ്സ് ലീക്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ സ്പെക്സ്, അതുപോലെ ഡിസൈനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കുറച്ച് റൂമേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോഞ്ച് പറഞ്ഞ ഏകദേശം ജൂലൈ 7-ാം തീയതിയാണ്. അപ്പോൾ വീഡിയോ കിടക്കാനായിട്ട് മുന്നേ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ പോക്കോ നമുക്ക് രണ്ട് ലൈനപ്പാണ് തന്നുള്ളത്, എഫ് ലൈനപ്പ് അതുപോലെ തന്നെ എക്സ് ലൈനപ്പും. പക്ഷേ ഈ എം ലൈനപ്പ് എന്ന് പറഞ്ഞത് നമുക്ക് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ളവർക്കാണ്, അതായത് ഒരു 12,000 അടുത്ത ബഡ്ജറ്റുള്ളവർക്കാണ് ഈ എം ലൈനപ്പ് കൊണ്ടുവരുന്നത്. നമുക്ക് പോക്കോ ഈ സ്മാർട്ട് ഫോണിൻ്റെ ടീസർ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടീസറിൽ നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇതിന് ബാക്കിലൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ലുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ റെഡ്മി X10 5G ചൈനീസ് വേരിയൻറ്റിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഇതിൻ്റെ ബാക്ക് ഭാഗം കാണുമ്പോൾ. പക്ഷേ ഈ ഫോണൊരു റീബ്രാൻഡ് അല്ല, അതായത് ഈ X10ൻ്റെ ഒരു റീബ്രാൻഡ് അല്ല. പക്ഷേ ഒരു 2-3 സ്മാർട്ട് ഫോൺ കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്നൊരു സ്മാർട്ട് ഫോൺ ഉണ്ടാക്കിയേക്കാണ്. കാരണം പറയാന്ന് വെച്ചാൽ റെഡ്മി X10ന് നമുക്ക് ചിപ്സെറ്റ് വരുന്നത് 820 ആണ്, അത് 5G അടക്കമുള്ളത്. പക്ഷേ നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത് 720G എന്നുള്ള ചിപ്സെറ്റാണ്. അതുപോലെ തന്നെ ഇത് ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോൻ്റെ സെയിം ആയിരിക്കും, ഓൾറെഡി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറ നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസറാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ മാക്രോ ലെൻസ് വരുന്നുണ്ട്, ഒരു വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഡെപ്ത് സെൻസറും, അങ്ങനെ കോഡ് ക്യാമറ സെറ്റപ്പ് അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ കുറിച്ചിട്ട് നമുക്ക് ഇതുവരെ ഒരു ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ടില്ല. മേ ബി നമുക്കിതൊരു റെഡ്മി നോട്ട് 9 പ്രോൻ്റെ സെയിം ഫീച്ചേഴ്സ് ആയിരിക്കും എന്ന് തോന്നുന്നു, കാരണം ഡിസൈൻ ഏകദേശം സെയിം ആണ്, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് സൈഡിൽ മൗണ്ട് ചെയ്തിട്ടാണ്, നമ്മുടെ പവർ ബട്ടനും മൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. ചില ലീക്സിൽ പറയുന്നുണ്ട് ഇതിന് സൂപ്പർ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ടാവും, പക്ഷേ നമുക്കതിന് കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല, കാരണം കൂടുതൽ LCD പാനലാവാനാണ് സാധ്യത ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 4500 mAh ബാറ്ററിയാണ് വരുന്നത്. ചില ലീക്സ് പ്രകാരം പറയുന്നുണ്ട് ഇതിന് 33 വോൾട്ട് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കി കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 9 പ്രോൻ്റെ ഒരു സെയിം റീബ്രാൻഡ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് കസ്റ്റമേഴ്സിന് ഒരു ഡിസപ്പോയിൻമെൻറ്റ് ആയിരിക്കും, കാരണം ഒരിക്കലും ഒരു പുതിയ സ്മാർട്ട് ഫോൺ കിട്ടുന്നില്ല, 2-3 സ്മാർട്ട് ഫോൺ കമ്പൈൻ ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് സോഫ്റ്റ്വെയറെ കുറിച്ച് പറയുകയാണെങ്കിൽ പോക്കോ ലോഞ്ചർ വിത്ത് നമുക്കൊരു Android 10 ആണ് അവൈലബിൾ ആണ്. അപ്പോൾ പോക്കോ അതിൻ്റെ പ്രൈസ് എങ്ങനെ ചെയ്യാൻ നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ചിട്ട് പോക്കോ എന്താ ചെയ്യാൻ നമുക്കറിയില്ല. അപ്പോൾ അതിന് ജൂലൈ 7 വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യും പോക്കോൻ്റെ ലീക്കിനെ കുറിച്ചിട്ട് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ പറഞ്ഞത്, പോക്കോ M2 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. റബീബ് റഹ്മാൻ ഹിയർ, ബൈ.